ചില പ്രധാന സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് GRSE അല്ലെങ്കിൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ GRSE 2.8% ഉയർന്ന് 1807 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 56.2, 52 വീക്ക് ഹൈ 2833, 52 വീക്കിലോ 648. GRSE എന്ന സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. GRSE പ്രധാനമായും ഷിപ്പ്യാർഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരു PSU സെക്ടറിലെ കമ്പനിയാണ്. GRSE എന്ന സ്റ്റോക്കിൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായി ചേർന്ന് GRSE ഡബിൾ ലൈൻ ബ്രിഡ്ജ് ഡെലിവർ ചെയ്യുന്നതിനും ഡിസൈൻ ചെയ്യുന്നതിനും വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചതാണ്. നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് വേണ്ടി 70R ഡബിൾ ലൈൻ ബ്രിഡ്ജസ് ആയിരിക്കും GRSE എന്ന കമ്പനി എക്സ്ക്ലൂസീവ്ലി ഡിസൈൻ ചെയ്യുക. ഇന്ത്യയുടെ ബോർഡർ ഏരിയയിലും ക്രിട്ടിക്കൽ ഫോർവേഡ് ഏരിയകളിലും ഡിപ്ലോയ് ചെയ്യുന്നതിനും വളരെ പെട്ടെന്ന് ബ്രിഡ്ജ് എറക്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് GRSE ഈ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈ രീതിയിലുള്ള ബ്രിഡ്ജ് ഡിസൈൻ ചെയ്യുകയും പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയും GRSE എന്ന കമ്പനിയാണ്. ആൾറെഡി GRSE പല സ്ഥലങ്ങളിലും, അതായത് ഫോർവേഡ് ഏരിയകളിൽ പല സ്ഥലങ്ങളിലും ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുമുണ്ട്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിലും GRSE എന്ന സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ടെക്നിക്കലി സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുകയും ചെയ്യുന്നു. GRSE ഡിസൈൻ ചെയ്യുന്ന ബ്രിഡ്ജ് 30 മുതൽ 45 ദിവസം കൊണ്ട് എറക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ബ്രിഡ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കൂടാതെ മോഡുലാർ കൺസെപ്റ്റ് ആയിരിക്കും 2-വേ ട്രാൻസ്പോർട്ടേഷൻ ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വീക്കിലി ക്യാൻഡിൽ പാറ്റേണിൽ ഒരു ഡോജി രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ GRSE എന്ന സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. സ്റ്റോക്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് കറക്ഷന് ശേഷം ലോവർ ലെവലിൽ ഡോജി രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്യുന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ടെക്നിക്കലി 2000 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയാൽ മാത്രമേ സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്ന ഡൗൺവേർഡ് ട്രെൻഡ് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സ്റ്റോക്കിനെ സപ്പോർട്ട് ലെവലിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അതായത് 1800 രൂപയ്ക്കടുത്ത് സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. 1750, 1500 തുടങ്ങിയ റേഞ്ചുകളും സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.4% ഉയർന്ന് 1482 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1621 52 വീക്ക് ഹൈ, 52 വീക്കിലോ 751, 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ്. അദാനി പോർട്ട് ഓഫ് ഷോർ സർവീസ് വെഹിക്കിൾ ഓപ്പറേറ്ററായ അസ്ട്രോ ഓഫ് ഷോർ എന്ന കമ്പനിയുടെ 80% സ്റ്റേക്ക് അക്വയർ ചെയ്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. $235 മില്യൺ എൻ്റർപ്രൈസസ് വാല്യൂ ഉള്ള കമ്പനിയെ $185 മില്യൺ കമ്പനിയുടെ 80% സ്റ്റേക്കുകൾ അദാനി പോർട്ട് അക്വയർ ചെയ്യുന്നത്. അസ്ട്രോ എന്ന കമ്പനി മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ, ഫാർ ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഏകദേശം 26ഓളം ഓഫ് ഷോർ സർവീസ് വെഹിക്കിൾ ഫ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനി മൾട്ടിപർപ്പസ് സപ്പോർട്ട് വെസൽസും ഫ്ലാപ്പ് ടോപ്പ് ബാർജസും വർക്ക് ബോട്ട് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അക്വിസിഷനോടുകൂടി ലോകത്തെ തന്നെ ഒരു വലിയ ലാർജസ്റ്റ് മെറൈൻ ഓപ്പറേറ്ററായി മാറുക എന്നുള്ള പർപ്പസാണ് അദാനി ഗ്രൂപ്പിനുള്ളത്. അദാനി പോർട്ട് എന്ന സ്റ്റോക്കും വളരെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നു. ദീർഘകാലമായി ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ റീസെൻറ്റ് ക്വാർട്ടർലി റിസൾട്ടിലെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കിയാൽ കമ്പനിയുടെ റവന്യൂ 21% വർദ്ധിച്ച് 6248 കോടിയിൽ നിന്നും 7560 കോടിയിലേക്ക് എത്തുകയും നെറ്റ് പ്രോഫിറ്റ് 46% വർദ്ധിച്ച് 2119 കോടിയിൽ നിന്നും 3107 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പോർട്ട് ആൻഡ് പോർട്ട് സർവീസ് ബിസിനസ്സും ഗ്ലോബൽ ട്രേഡിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരു ബിസിനസ്സാണ്. കൂടാതെ അദാനി പോർട്ട് എന്ന ഇന്ത്യൻ കമ്പനി ഇൻ്റർനാഷണൽ പോർട്ടുകളും അക്വയർ ചെയ്തു കഴിഞ്ഞു. ഇസ്രായേലിലെ ഹൈഫ പോർട്ടും അതുപോലെ തന്നെ കൊളംബോ പോർട്ടും അദാനി പോർട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പ്രതിവർഷം 11 ബില്യൺ ടൺ കാർഗോയാണ് അദാനി പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. വരും സമയങ്ങളിലും ഈ കമ്പനിയുടെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയും ബിസിനസ് എക്സ്പാൻഷനും ഉയരാൻ സാധ്യതയുണ്ട്. ഈ പൊട്ടൻഷ്യലൊക്കെ വിലയിരുത്തി ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി അദാനി പോർട്ടിന് ബൈ എന്ന റേറ്റിംഗും 1910 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 30% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് ജെഫ്രീസ് നൽകിയിരിക്കുന്നത്.
ജെഫ്രീസ് ടാർഗറ്റ് നൽകുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം 2026 കമ്പനിയുടെ എബിറ്റയിൽ 19 മടങ്ങ് EV/EBITDA റേഷ്യോയിൽ 19 മടങ്ങ് വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വരും സമയങ്ങളിൽ എബിറ്റ ഗ്രോത്ത് 15%, കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി 12% വർദ്ധിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അദാനി പോർട്ട് എന്ന കമ്പനി ഇന്ത്യയിലെ ലാർജസ്റ്റ് പോർട്ട് ഡെവലപ്പർ ആൻഡ് ഓപ്പറേറ്റർ കമ്പനിയാണ്. കൂടാതെ ഇൻ്റർനാഷണലിയും കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇന്ത്യയിലെ ടോട്ടൽ കാർഗോ ഹാൻഡ്ലിങ്ങിൻ്റെ 62% ഹാൻഡിൽ ചെയ്യുന്നതും അദാനി പോർട്ട് എന്ന കമ്പനിയാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അദാനി പോർട്ട് എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1280 ഏറ്റവും മികച്ച രീതിയിൽ അക്കുമുലേറ്റ് ചെയ്യാനുള്ള റേഞ്ചാണ്. 1600 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. സ്റ്റോക്ക് കഴിഞ്ഞ 4 ആഴ്ചയായി 1400 രൂപയ്ക്ക് അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. 1400 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുമുണ്ട്. 1600 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ബൈയിങ് മൊമെൻറ്റം സ്റ്റോക്കിനെ ചിലപ്പോൾ 1800, 2000 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിച്ചേക്കാം. കൺസോളിഡേഷൻ ലെവലിൽ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വരുന്നതെങ്കിൽ 1280 സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്